ഇന്ന് ഒരു മാങ്ങാപ്പുട്ട് ഉണ്ടാക്കിയ കഥയാണേ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മാങ്ങയൊക്കെ തിന്നു കഴിഞ്ഞപ്പോഴാണ് മാങ്ങാപ്പുട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അപ്പോൾ ബ്ലിങ്കിറ്റിൽ നിന്ന് 2 മാങ്ങ വാങ്ങിച്ച് പുട്ടുള്ള പരിപാടികൾ തുടങ്ങി. നാട്ടിലെ നല്ല മൂവാണ്ട മാങ്ങ വെച്ചിട്ട് ഞാൻ മാങ്ങാപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതന്ന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രതീക്ഷയിലാണ് ഏത് മാങ്ങയാണെന്നൊന്നും അറിയാണ്ട് ഈ മാങ്ങ വെച്ച് ഞാൻ ഈ പുട്ടുണ്ടാക്കിയത്. ഇത്തവണ മാങ്ങ സീസൺ കഴിയാനായപ്പോഴാണ് ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ മാങ്ങയൊക്കെ കാര്യമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കുറച്ചധികം മാങ്ങ ഉണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള മാങ്ങകളൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല, ഇന്ന് ഞാൻ മാങ്ങാപ്പുട്ട് ഉണ്ടാക്കാൻ വാങ്ങിയ മാങ്ങ മാത്രം നല്ല പുളിയുള്ള ഒട്ടും മധുരമില്ലാത്ത മാങ്ങയായിരുന്നു. ഈ ലഞ്ച് പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അടുക്കളയിൽ നിറച്ച് നല്ല മാങ്ങാപ്പുട്ടിൻ്റെ മണമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി പുട്ടാവും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ കഴിച്ചു തുടങ്ങിയപ്പോൾ ആ പ്രതീക്ഷയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ല പുളി ഉണ്ടായിരുന്നു പുട്ടിന്. പിന്നെ സ്മെല്ലൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അതങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ പാളിപ്പോയതിൻ്റെ ചെറിയൊരു വിഷമം മനസ്സിലുണ്ടെങ്കിലും അത് പിന്നെ അങ്ങ് പോട്ടേന്ന് വെച്ചു.